എത്ര വലിയ കൊക്ക്! അതൊരു കൊക്കല്ല, അതൊരു അസുരനാണ്, ബകാസുരൻ. ആ അസുരൻ ലക്ഷ്യമിടുന്നത് കണ്ണനെയാണ്. കാട്ടിക്കൊടുക്കാം. ഭീകരാകൃതേ, നീ എന്നെ വധിക്കാൻ വന്ന ബകാസുരനാണെന്ന് നാം അറിയുന്നു. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മടങ്ങിപ്പോയിക്കോളൂ. ദുർബല ശിശുവേ, നിന്റെ അജ്ഞതയെക്കുറിച്ച് എന്തു പറയാൻ? ബകാസുരൻ ശത്രുഭയത്താൽ പിന്തിരിഞ്ഞോടിയ ചരിത്രമില്ല. എന്റെ ചങ്ങാതിമാരായ തൃണാവർത്തനെയും ശകടനെയും വത്സനെയും ഒക്കെ നീ കാലപുരിക്കയച്ചു. അത് അവരുടെ കാലം കഴിഞ്ഞിരുന്നത് കൊണ്ട് മാത്രം. ഈ ബകാസുരന് ഇനിയും ആയുർദൈർഘ്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നാലും നിന്നെ വധിച്ച് ഈരേഴ് ലോകങ്ങളിലെയും വീരാരാധനാമൂർത്തിയാകാൻ ഞാൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇരുന്ന് കൊക്കുമില്ല, കണ്ണനുമില്ല. രണ്ടും ആകാശത്തേക്ക് പോയി. ബലരാമ, നമ്മളിനി കണ്ണനെ എവിടെ ചെന്ന് അന്വേഷിക്കും? ഭയപ്പെടാതെ കൂട്ടരെ, കണ്ണൻ ഇവിടെ എത്തും. സമാധാനിക്കും. കൊക്കിന്റെ ജഡം പുഴയിൽ വീണപ്പോ കുന്നോളം വെള്ളം തെറിച്ചു പൊങ്ങിയെന്നാ കേട്ടത്. പുഴ മുഴുവൻ ചുവന്നൂത്രേ. അപ്പോ എന്തായിരിക്കും ഈ ബഗന്റെ ഭാരം? അതെ, പൂതനയുടെ ജഡം നമ്മളൊക്കെ കണ്ടതല്ലേ. ബഗൻ പൂതനയുടെ സഹോദരനാന്നാ പറയുന്നേ. അപ്പൊ പൂതനയുടെ വലിപ്പം അവനും ഉണ്ടാവും അല്ലേ പഞ്ചതാരേ? കണ്ണനെ ഉപദ്രവിക്കാൻ വരുന്ന അസുരന്മാർക്കൊക്കെ മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും വീണ്ടും ഇവരൊക്കെ ആക്രമിക്കാൻ വരുന്നത് എന്തേ? അസുരന്മാരല്ലേ,
കാലമെടുക്കുമ്പോ ഓരോ ദുർബുദ്ധികൾ തോന്നും. കണ്ണന്റെ കൈകൊണ്ട് മരിക്കാൻ വിധിയുള്ളവര് സമയാവുമ്പോ വന്നല്ലേ പറ്റൂ. ദേ നോക്ക്. ആഹാ, സ്വപ്നം കാണുകയാണോ രംഗവേണി? എങ്കിൽ സ്വപ്നത്തിലെ രാജകുമാരൻ ആരാണെന്ന് ഞങ്ങളും അറിയട്ടെ. മറ്റാരാ? കണ്ണൻ തന്നെ. പൈക്കളെ മേച്ചു കഴിഞ്ഞാൽ കണ്ണൻ ആദ്യം ഓടിയെത്തുന്നത് എന്റെ വീട്ടിലേക്കാ. എന്തിനാണെന്നോ? നെയ്യപ്പം തിന്നാൻ. നെയ്യപ്പം തിന്നു കഴിഞ്ഞ് കള്ളനൊരു ചുഴിഞ്ഞുനോട്ടം ഉണ്ട്. കോരി തരിച്ചു പോവും. ഒന്ന് മനസ്സിലായി, ഗോപസ്ത്രീകളിൽ കണ്ണൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണ്. അമ്പടി കേമി, ഗോപസ്ത്രീകളിൽ ഈ സുനന്ദ കഴിഞ്ഞേ ഉള്ളൂ. കണ്ണൻ ആരും അറിയോ? അമ്പാടിന്ന് വൃന്ദാവനത്തിലേക്ക് വരുന്നില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാ. സുനന്ദ വരണം, സുനന്ദ വരണമെന്ന് പറഞ്ഞ് കണ്ണൻ ഒരേ നിർബന്ധം. എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണത്രേ. കണ്ണൻ എന്നോട് പറഞ്ഞതാ, കണ്ണന്റെ മനസ്സിൽ ഒന്നാം സ്ഥാനം ഈ സുനന്ദയ്ക്ക് തന്നെയാ. കഷ്ടം. ഓരോ അതിമോഹങ്ങളെ. നിങ്ങളെയൊക്കെ സഹോദരിമാരെ പോലെ കണ്ണൻ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷേ കാമുകിയെ പോലെ പ്രേമിക്കുന്നത് എന്നെ മാത്രമാണ്. ഓ പിന്നെ, അത് നിനക്കെങ്ങനെ അറിയാം പഞ്ചതാരെ? പഞ്ചസാരയെ കാണുമ്പോൾ പഞ്ചസാര നുണഞ്ഞിറങ്ങുന്ന അനുഭവമാണെന്ന് കണ്ണൻ എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയും മധുരം, പ്രേമവും മധുരം. അപ്പോൾ കണ്ണന് പ്രേമം ഈ പഞ്ചസാരയോട് മാത്രം. എന്താ, തർക്കമുണ്ടോ? തർക്കമുണ്ട്, ഇക്കാര്യത്തിൽ തർക്കമുണ്ട്. ഗോപസ്ത്രീകളിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞവളും സുന്ദരിയും നീയാണ് സുനന്ദേ. നീ എന്റെ കൈകളിൽ സുരക്ഷിതം എന്നാ കണ്ണൻ എന്നോട് പറഞ്ഞത്. അപ്പോ ഞാനല്ലേ കൂട്ടരെ കണ്ണന്റെ പ്രിയ കാമിനി? ഉവ്വേ, ഒരു സൗന്ദര്യ റാണി. നമുക്ക് കാണാലോ. ഓ. എന്താ, കണ്ണനെ കുറിച്ച് പരാതി പറഞ്ഞ കൂട്ടർക്കൊക്കെ ഇപ്പോ കണ്ണന്റെ സ്നേഹക്കൂടുതലിനെ കുറിച്ച് തർക്കമായോ? അത് എന്നാ തർക്കമൊന്നും വേണ്ട. കണ്ണന് അങ്ങനെ നിങ്ങളോട് ആരോടും വേറിട്ടൊരു സ്നേഹമില്ല. അവന്റെ സ്നേഹം നിങ്ങൾക്കെല്ലാവർക്കും തുല്യം. മനസ്സിലായോ? എന്റെ കുഞ്ഞിനെ കുറിച്ച് ഇവർക്ക് എന്തൊക്കെ മിഥ്യാസങ്കല്പങ്ങളാണ്. എന്തായാലും സൂക്ഷിക്കണം യശോദേ. രാമൻ ഗൗരവ പ്രകൃതിയും മിതഭാഷിയുമാണ്. അതുകൊണ്ട് സുരക്ഷിതനുമാണ്. കണ്ണൻ അങ്ങനെയല്ലല്ലോ. എപ്പോഴും കണ്ണന്റെ ചിരിയും പ്രവൃത്തികളും ഉറ്റുനോക്കാൻ 1000 കണ്ണുകളുണ്ട്. കണ്ണന് കണ്ണു തട്ടാതെ സൂക്ഷിക്കണം. അതിനു വേണ്ട പ്രതിവിധി ചെയ്യണം യശോദേ. ഞാനും അത് ആലോചിക്കാതെ ഇല്ല. കണ്ണന് പരിഹാരക്രിയ ചെയ്യണം. അവന്റെ ദേഹരക്ഷയ്ക്കായി ആരതി ഒഴിയണം.